ഹലോ ഗായ്സ്, എല്ലാവർക്കും MP ടെക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിന്ന് ഡാൻസിന് പോകണം കേട്ടോ. ഡാൻസിന് ഇപ്പം നമ്മൾ യൂണിഫോം ഇടാന്ന് എന്താണെന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ടാൽ നമ്മൾ ഒരുങ്ങുമ്പോൾ യൂണിഫോമിൽ പൗഡറൊക്കെ വേണം, തുടയ്ക്കാൻ നല്ല പാടാണ്. ഇപ്പം സമയം പറഞ്ഞാൽ 2:39 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3:30ക്കാണ് കേട്ടോ ഡാൻസ്. അപ്പം ഇന്ന് നമ്മൾ അനിയത്തിക്കുട്ടി ഒരുക്കാൻ പോവുകയാണ്. നമ്മൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, പിരികം മാത്രം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഐലൈനർ നമ്മൾ എഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഐലൈനർ ഞാനിപ്പോഴാണ് കുളിച്ചൊന്നും മുടിയൊന്നും അധികം പിണങ്ങിയിട്ടില്ല, ഇച്ചിരിയൊക്കെ ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഗൈസ്, ഈ അനിയത്തിക്കുട്ടി എപ്പോഴും എന്നോട് ഐലൈനർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരെ ഐലൈനർ എഴുതി തരാമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും അങ്ങ് എഴുതി കൊടുക്കുക, അതുകൊണ്ട് എൻ്റെ ഐലൈനർ തീരാറായിട്ടുണ്ട്. അപ്പം ഇന്നാൾ ലേസ് തന്നായിരുന്നു. എൻ്റെ ലേസ് ഞാനിങ്ങനെ തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇത് വന്നു കേട്ടോ. എനിക്ക് മതിയായപ്പം ഞാൻ കൊണ്ട് അപ്പം ഇന്ന് എൻ്റെ ലേസ് എനിക്ക് മതിയായപ്പം എടുത്ത് കളഞ്ഞപ്പോഴത്തേനും എൻ്റെ ലേസ് എനിക്ക് വേണമെന്ന് ആഗ്രഹം. ഞാൻ അനിയത്തിക്കുട്ടിയോട് ലേസ് ചോദിച്ചപ്പം അവൾ തരാം, പക്ഷേ എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒരുക്കുന്നത്, അല്ലേ ഞാൻ ഒരുക്കത്തൊന്നുമില്ലായിരുന്നു. തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങോട്ട് യൂസ് ചെയ്യണമെന്നില്ല. എനിക്കിനിയും ഐലൈനർ പുതിയത് മേടിക്കണമുണ്ട്. നമ്മൾ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അധികം അവൾ കേട്ട ഇച്ചിരി ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയിട്ടുണ്ട്. പതുക്കെ കണ്ണു തുറക്കാൻ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണ കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് സ്പീഡിൽ കണ്ണു തുറക്കാം. ഞാൻ ഇങ്ങനെ പിടിച്ചാക്കും, കാരണം അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കും. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അവൾ പൊട്ട് ഇടണം. ഏത് കളർ പൊട്ട? അവൾ റെഡ് കളറാണ് ഇടുന്നത്. അപ്പം ഇനി നമുക്ക് യൂണിഫോം ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ഡാൻസിൻ്റെ യൂണിഫോം. പാൻറ്റ് പിന്നെ യെല്ലോ കളർ പാൻറ്റും, അതാണ് അനിയത്തിക്കുട്ടി റെഡ് കളർ പൊട്ടുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിത് ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ യൂണിഫോം ഇട്ട് ഞാൻ പാൻറ്റ് മാറിയിട്ടില്ല കേട്ടോ. പാൻറ്റ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് പാൻറ്റ് ഇട്ടു. എന്നപ്പോൾ വന്നിട്ട് നമുക്ക് പാൻറ്റ് ഇടാം. ഞാനിപ്പോൾ ഈ പാൻറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ഒരുങ്ങി ഇതുണ്ട്, ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കമ്മൽ വാച്ചൊന്നും കേട്ടില്ല. ഞാനതൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഗൈസ്, നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ എൻ്റെ ഇതൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് കണ്ടോ. അപ്പം ഞാൻ പിഞ്ഞാണ് മുടി ഇട്ടിരുന്നത്. ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ട് താഴോട്ട് പിഞ്ഞു. അപ്പം ഞാൻ ഇടാൻ പോകുന്ന കമ്മൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു കമ്മലാണ് കുരുങ്ങിയിരിക്കുന്നത്. അപ്പം ഇതാ ഈ കമ്മലാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എൻ്റെ പൗച്ചിൻ്റെ അകത്ത്. പിന്നെ അത് ആ കമ്മലാണ് ഇടുന്നത്. ഇടാൻ പറ്റുന്നില്ല. ഒരു കാര്യമിട്ട് എൻ്റെ അമ്മ പറഞ്ഞ് ഈ കമ്മൽ എനിക്ക് നല്ലതായിട്ട് ചേരുന്നു. അപ്പോൾ അനിയത്തിക്കുട്ടി യൂണിഫോമും പാൻറ്റും ഒക്കെ നേരത്തെ ഇടുക കേട്ടോ. പാൻറ്റ് അവൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നത്. പാൻറ്റ് നേരത്തെ ഇട്ടു. ഞാനിപ്പോഴേ പാൻറ്റ് ഇടുന്നു, ഞാൻ ഈ പാൻറ്റാണ് ഇപ്പോഴത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയും നമ്മുടെ വാച്ച് എടുത്തോണ്ട് പോയി. ഞാൻ എടുക്കാൻ മറന്നുപോയി, എനിക്ക് നേരത്തെ വാച്ച് എടുക്കാൻ. അവൾ മുടി കെട്ടുന്നതുകൊണ്ട് ഈ ഒരു ബാൻഡും വെച്ചാണ്. ക്ലിപ്പ് ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രണ്ട് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്ന ക്ലിപ്പ് എന്നോടൊക്കെ ഇന്ന് കുത്താൻ കൊടുത്തേക്കാണ്. കുറച്ച് കുത്തിയല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കമ്മലിത് നമുക്കിനി വാച്ച് എടുത്തുകൊണ്ട് വരാം. ഗൈസ്, നമ്മൾ എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഞാൻ 2 സൈഡ് കെട്ടാനുള്ള ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ബാൻഡാണ് യെല്ലോ ബാൻഡ്. ഇതിൻ്റെ കളർ യെല്ലോ പാൻ്റ് ആയതുകൊണ്ട് യെല്ലോ കളർ ഇത് ഇട്ടു.
അത് കെട്ടിയിട്ട് താഴോട്ട് പിന്നാനുള്ള ബാൻഡ് യെല്ലോയും വിത്ത് പിങ്ക് കോംബോ ആണ് കേട്ടോ. യെല്ലോ വിത്ത് പിങ്ക് കോംബോ. പിന്നെ നമ്മളെ വാച്ച് നമ്മൾ കെട്ടുന്നുണ്ട് കേട്ടോ. സമയം 2:45 അല്ല, നമുക്ക് ശരിക്കും സമയം നോക്കാം. അയ്യോ, 2:50 ആയിട്ടുണ്ട്. ഇതിൻ്റെ 2:45 ആവുന്നതേ ഉള്ളൂ. ഇവിടെ കെട്ടിക്കൊടുത്തു. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇതടിക്കാം. കണ്ണാടി ഞാനൊരു ഈ ബ്ലൂ കളർ കണ്ണാടിയാണ്. പിങ്ക് കളർ എനിക്ക് വാങ്ങിക്കാൻ ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഈ കണ്ണാടി തുടയ്ക്കാം കേട്ടോ. അതിൻ്റെ തുണി ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബോക്സ്. തോപ്പിൽ ഒപ്റ്റിക്കൽസിനാണ് നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്നുകൊണ്ട് ഈ ഒരു തുണി വെച്ച് കണ്ണാടി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇനിയൊന്നും ചെയ്യാനില്ല. നമുക്ക് മുടി കെട്ടണം കേട്ടോ. പിന്നെ മുടി പുറകുവശം ഇച്ചിരി ഉണങ്ങാനുണ്ട്, ഫ്രണ്ട് വശം ഫുള്ള് ഉണങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഷാളും പാൻറ്റും എടുത്തോണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പാൻറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാൻറ് പിന്നെ നമ്മൾ പുറകിലൊരു ഈ നാട കിട്ടി. പിന്നെ നമ്മളത് ഷാള് ഞാൻ മുടി വെട്ടിയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് മുടി പോയി കെട്ടിയിട്ട് വരാം കേട്ടോ. മുടി വെട്ടാം. അപ്പം ഞാൻ മുടി പോയി കെട്ടിയിട്ട് വരാം. ഗൈസ് നമ്മുടെ മുടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ മുടി കെട്ടി. ഇനി നമുക്ക് കണ്ണാടി വെക്കാം. കണ്ണാടി ഞാൻ നേരത്തെ വെച്ചായിരുന്നു. മുടി നമ്മൾ രണ്ട് സൈഡ് പിന്നെ കെട്ടി. പിന്നെ അനിയത്തിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അനിയത്തിക്കുട്ടിയുടെ ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കുമ്പോൾ തന്നെ മാസ്ക് വെക്കുന്നു. അതിൻ്റെ ഷർട്ടായിട്ടിരിക്കണം. അതങ്ങ് പോയിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷോൾ കെട്ടാം. നമ്മുടെ യെല്ലോ ഷോൾ ഞാൻ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ യെല്ലോ ഷോള് ഇങ്ങനെ വെച്ചിട്ട്, അയ്യോ ഗൈസ് തെറ്റിപ്പോയി. എനിക്ക് കണ്ണാടി നോക്കാതെ പറ്റിയത്. ഞാൻ കണ്ണാടി നോക്കി കെട്ടിയിട്ട് വരാം. ഗൈസ് നമ്മൾ മുടി കെട്ടി, നമ്മുടെ ഷോളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചാണ് പെർഫ്യൂം അടിക്കുക കേട്ടോ. നമ്മൾ ഈ പെർഫ്യൂം അടിക്കുന്നത് ടൈഗർ വൈറ്റ് എന്നാണ് ഈ പെർഫ്യൂം അടിക്കുന്നത്. നല്ല മണമുണ്ട്. അത് നമ്മൾ അടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്നും എന്നല്ല സാറ്റർഡേ സൺഡേ മാത്രം ഡാൻസ് ക്ലാസ് പോകുന്നത്. അപ്പം അനിയത്തി കൂടി തവണ മുടി എല്ലാം അയച്ച് ഒന്നുകൂടെ കൂടെ കിട്ടാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് വേറൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.